പക്ഷേ ഇവിടെ വന്ന് ചേർന്നപ്പോൾ ശരീരത്തിന് സുഖമുണ്ട്, മനസ്സിനും സുഖമുണ്ട്. നമുക്ക് കളിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിക്കും. ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്റ്റായിട്ട് ഞങ്ങളുടെ ടീച്ചറായ ദീപ പറഞ്ഞു തരുന്നുണ്ട്. ഞങ്ങൾ കൂടെ നിന്ന് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും. നല്ലൊരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പം എല്ലാവരും പറഞ്ഞ് അറിഞ്ഞ് ഞങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ടൈമിൻ്റെ ഒരു പ്രശ്നമല്ലാതെ അല്ലാത്ത ടൈം വെച്ചിട്ട് കിട്ടുന്ന ടൈം വെച്ചിട്ട് എല്ലാവരും വരുന്നുണ്ട്. ഇവിടെ വന്നേ പിന്നെ ഒരു മെൻ്റലി ഹെൽത്തി ഞാൻ ഭയങ്കര ഫിറ്റായി. കൂടുതലായിട്ട് എനിക്ക് ദീപ മാമിനെ കുറിച്ചാണ് പറയാനുള്ളത്. അവരില്ലായിരുന്നെങ്കിൽ ഞാനിത് പോലെ വരില്ലായിരുന്നു. അതേപോലെ ഒരു മോട്ടിവേഷൻ തന്നിട്ടുണ്ട്. ഇപ്പം എന്തിനൊരു ധൈര്യം എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി. അത് കൂടുതലും ഇവിടെ വന്നേ പിന്നാണ്. ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതായിരുന്നു. ബോറടി മാറ്റാൻ വേണ്ടി തുടങ്ങിയതാണ്. പക്ഷെ എന്തായാലും ബോറടി മാറ്റാനായിട്ടായാലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് വാസ്തവം. മുമ്പ് നമ്മളെ കൊണ്ട് അവർ പറയുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാത്ത, നമുക്ക് ലേറ്റായൊക്കെ വരുമ്പോഴും ആ ഒരു ഫീലിംഗ് ഇല്ല. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കയറി വരാം. ഇല്ലെങ്കിൽ നമുക്ക് കളവ് എന്നും പറയാറുണ്ട്, ടീച്ചർ കളവ് അറിയാറില്ല. അത് തന്നെ നമുക്കൊരിക്കലും കളവ് പറയാൻ തോന്നുന്നു ഒരിക്കലും ടീച്ചറിന് കാണുമ്പോൾ. എന്ത് വിഷമമുണ്ടെങ്കിൽ പറയാം. അതിവിടെ ഉള്ളൂ. വേറെ ഇങ്ങോട്ടും പോയില്ല. ഞാൻ 100% ഉറപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് വിഷമം ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് പോകണമെന്ന്. വെറുതെ ഇരിക്കണമെന്നുള്ള ആ ബോറടി മാറി. മെയിനായിട്ട് ഞാൻ വന്നത് അങ്ങനെയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ വെറുതെ ഇരുന്ന് ബോറടിച്ചിട്ടാണ് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ച സമയത്ത് അങ്ങനെയാണ് ദീപ ഇത് തുടങ്ങേണ്ടത്. നടപ്പോൾ ഫസ്റ്റ് വന്ന സ്റ്റുഡൻ്റ് ചേച്ചി ഇവരൊക്കെ നമുക്ക് മൈൻഡ് അറിയാം. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നൊരു തോന്നൽ വരും.